സോഷ്യലിസ്റ്റ് നേതാവും എഴുത്തുകാരനും കേന്ദ്രമന്ത്രിയും മാതൃഭൂമി മുൻ മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ വിയോഗത്തിന് ഇന്ന് 4 വയസ്സ്. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി എന്നും പോരാടിയ രാഷ്ട്രീയ ജാഗ്രതയെ നമുക്കനുസ്മരിക്കാം. പടിഞ്ഞാറേ കടലിൽ പടക്കപ്പലുകൾ എത്തും മുമ്പേ ഇന്ത്യയുണ്ട് ഇവിടെ. അധിനിവേശം ചീന്തിയെറിയും മുമ്പേ വികസിച്ച ഇന്ത്യൻ മനസ്സുമുണ്ട്. ഫിലോസഫിയിൽ MA ബിരുദമെടുത്തു വന്ന മകൻ MP വീരേന്ദ്രകുമാറിനോട് ആ ഇന്ത്യൻ നിറവിൽ അച്ഛൻ പത്മപ്രഭാ ഗൗഡർ പറഞ്ഞു, ഓരോ അണുവും ഓരോ മനുഷ്യനും ഓരോ ജീവിയും ഒരു തത്വശാസ്ത്രവും ഒരു പ്രപഞ്ചവുമാണ്. അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് പിറവി, എല്ലാം ഒന്ന് എന്ന അറിവ്. MP വീരേന്ദ്രകുമാർ ഐന്ദ്രജാലികനെ പോലെ മനുഷ്യനെ ചേർത്ത് പിടിച്ച അഭിനവ തീർത്ഥങ്കരൻ. ലോഹ്യ മനസ്സിൽ AKG മുന്നിൽ. ജയപ്രകാശ് എന്നോട് ചോദിച്ചു, വാട്ട് യു വാണ്ട് മൈ ബോയ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഐ വാണ്ട് മെമ്പർഷിപ്പ് ഇൻ യുവർ പാർട്ടി. അങ്ങനെ എനിക്ക് മെമ്പർഷിപ്പ് തന്ന ജയപ്രകാശ് നാരായണ. വീരേന്ദ്രകുമാർ ഗാന്ധിയൻ സോഷ്യലിസത്തിന്റെ പ്രതിഷേധ ജ്വാലയായി. കർപ്പൂരി ഠാക്കൂറിനും ജോർജ് ഫെർണാണ്ടസിനുമൊപ്പം ഇന്ദിരയുടെ സുവർണകാലത്തെ പ്രതിപക്ഷമായി. എന്നും സാമൂഹിക ജാഗ്രത, എന്നും നിഷേധിക്കപ്പെടുന്ന അവകാശത്തിനൊപ്പം, എന്നും മറ്റെന്തിനും മീതെ സ്വാതന്ത്ര്യത്തിന്റെ കൊടി. അങ്ങനെ അടിയന്തരാവസ്ഥയോട് എൻ്റെ സ്വത്ത് മുഴുവൻ പിടിച്ചെടുത്തില്ല. അന്ന് റേഡിയോയിൽ പറയുമായിരുന്നു, വീരേന്ദ്രകുമാറിനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് 25,000 രൂപ. ആ അടിയന്തരാവസ്ഥയിൽ ഞങ്ങൾ പോരാടിയത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്. അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ അന്ന് അവസാനിച്ചില്ല. മണ്ണും ജലവും വായുവും ശരശയ്യയിൽ വീരേന്ദ്രകുമാർ പരിസ്ഥിതിയുടെ പതാകയെത്തി. Sure, sir, Chairman, the next war is going to be on water. We know what's happening in Punjab, what's happening elsewhere in India. Water is the problem. രാഷ്ട്രപിതാവിന്റെ ചോര നുണഞ്ഞിട്ടും തൃപ്തി വരാത്ത കുറുനരികൾ മുരളുന്ന കാലത്ത് ഭീതനായില്ല വീരേന്ദ്രകുമാർ. മതേതരത്വത്തിന്റെ വില മനുഷ്യന്റെ അഭിമാനത്തിൻ്റെത് എന്ന അറിവ്. Hindu Mahasabha said they will install the statue of Mahatma Gandhi's killer in important places. And a MP just address the people of India who are born here, who are the citizens of here, as the Ram ka bachcho mein haram ka bachcho. These things were never, we could never dream such a thing could happen in this country. ഇന്ത്യ അവസാനിക്കുന്നില്ല. എന്നുമുണ്ട് MP വീരേന്ദ്രകുമാർ. ജ്വരനൃത്തങ്ങൾക്കും പോർച്ചുഗീകൾക്കും മീതെ പാറിയെത്തുന്ന പച്ചയില. പുൽച്ചാടിയുടെ പച്ചയായ പരിസരബോധ്യത്തോടെ ഒരു മെഴുകുതിരിയിൽ നിന്ന് 10,000 മെഴുകുതിരികൾ കത്തിക്കാൻ സാധിക്കും. അനന്തമായ എത്ര മെഴുകുതിരികൾ കത്തിച്ചാലും കത്തിച്ച മെഴുകുതിരി അതുപോലെ തന്നെ ഉണ്ടാവും. നമ്മൾക്ക് ഈ രാജ്യത്തിൽ എവിടെയോ മനുഷ്യന്റെ മനസ്സിൽ കറുത്തിരുണ്ട ഏതോ മേഖലകൾ ഉണ്ടെങ്കിൽ ആ മേഖലകളിൽ നമ്മൾ സ്നേഹത്തിന്റെ, വിശ്വാസത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ കൈത്തിരികൾ കത്തിക്കുന്നു.